السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين. أما بعد. ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പഠിതാക്കളെ, അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖോടുകൂടി പരിശുദ്ധ ഖുർആനിൻ്റെ ഫദായിലുകളുമായി ബന്ധപ്പെട്ട്, ശ്രേഷ്ഠതകളുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യേണ്ടുന്ന വിഷയങ്ങളിലെ വിധിവിലക്കുകളെ സംബന്ധിച്ചുള്ള 100 ഹദീസുകളുടെ വിശദീകരണം ഉൾക്കൊള്ളുന്ന ദർസുകളാണ് നാം ആരംഭിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ ദർസാണ് കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞത്. ഇമാം ബുഖാരി റഹിമഹുല്ലാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് തൻ്റെ സനദിലൂടെ ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വ അല്ലമഹു, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് എന്ന ഹദീസാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളത്. ആ ഹദീസുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ വിശദീകരണം കഴിഞ്ഞ ക്ലാസ്സിൽ നാം നടത്തി. അതേപോലെ തന്നെ അബ്ദുറഹ്മാൻ അസ്സുലമി, അബൂ അബ്ദുറഹ്മാൻ അസ്സുലമി റളിയല്ലാഹു തആല അൻ, ആ ഹദീസുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ശ്രദ്ധേയമായ വാചകവും നമ്മൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് രണ്ടാമത്തെ ഹദീസാണ് മനസ്സിലാക്കുവാനുള്ളത്. നമുക്കറിയാം, ഒരു ഹദീസിന് പ്രധാനമായും 3 ഭാഗങ്ങളാണ് ഉണ്ടാവുക. സാധാരണ നമ്മൾ പറയുമ്പോൾ, ഒന്ന്, ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന മുഹദ്ദിസ്, ഇമാം ബുഖാരി, മുസ്ലിം, ഇമാം അഹ്മദ്, തിർമിദി, നസായി, ഇബ്നു മാജ, അബൂ ദാവൂദ്, ബൈഹഖി തുടങ്ങിയ മുഹദ്ദിസീങ്ങളായിട്ടുള്ള ആളുകൾ റഹ്മത്തുള്ളാഹി അലൈഹിം അജ്മഈൻ. ഒരു ഭാഗം അതാണ്, ആരാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നതാണ്. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ മുഹദ്ദിസ് വരെ എത്തുന്ന സനദാണ്, അഥവാ ആളുകളിലൂടെ ലഭിക്കുന്ന പരമ്പര. നമുക്കറിയാം, ഒരു ഹദീസ് സ്വഹീഹാണെങ്കിൽ കുറ്റമറ്റ പരമ്പരയായിരിക്കണം ഈ മുഹദ്ദിസിൽ നിന്ന് ഏകദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള വിശ്വസ്തരായ വ്യക്തികളിലൂടെ കണ്ണിമുറിയാതെ എത്തുന്ന ഹദീസുകൾക്കാണ് സ്വഹീഹായ ഹദീസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ സനദിന്, ആ പരമ്പരക്കാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള ആ ആളുകൾക്കാണ് സനദ് എന്ന് പറയുന്നത്. അത് പറയുമ്പോൾ നമുക്ക് കാണാവുന്ന ശൈലിയാണ്. ഉദാഹരണത്തിന് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് പറയുകയാണെങ്കിൽ ഹദ്ദസനി, എന്നോട് ഇന്ന ആൾ പറഞ്ഞു, ഹദ്ദസനി ഇന്ന ആൾ. അപ്പോൾ ഹദ്ദസനി അല്ലെങ്കിൽ ഹദ്ദസന എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് പറഞ്ഞു എന്നാണ് അർത്ഥം. അതേപോലെ തന്നെ അഖ്ബറന എന്ന് കണ്ടാലും ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് അറിയിച്ചു തന്നു എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതേപോലെ തന്നെ അൻ സുഫിയാന എന്ന് പറഞ്ഞാൽ ഇന്ന സുഫിയാൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൽ നിന്ന്, അല്ലെങ്കിൽ അൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് എന്നിങ്ങനെയുള്ള അൻ എന്നുള്ള വാക്കും ഉദ്ദേശിക്കുന്നത് ഇന്ന ആളിൽ നിന്നാണ് എന്നാണ്. അപ്പോൾ സനദിൽ നമുക്ക് സാധാരണ കാണാവുന്നത് ഹദ്ദസനി എന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ ഹദ്ദസന ഞങ്ങളോട് പറഞ്ഞു, അല്ലെങ്കിൽ അഖ്ബറന ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് വാർത്ത നൽകി, അൻ ഇന്ന ആളിൽ നിന്നും എന്നൊക്കെ നമുക്ക് സനദിൽ കാണാം. പ്രകാരം മുഹദ്ദിസ് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എത്തുന്ന പരമ്പരക്കാണ് സനദ് എന്ന് പറയുന്നത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി പറയുന്ന കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ നബിയുടെ ജീവിതത്തിൽ സംഭവിച്ചതായി സ്വഹാബി പറയുന്ന കാര്യങ്ങൾക്കാണ് ഹദീസിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്, മത്ന് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ സനദിലൂടെ എന്ത് വിവരമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതിനാണ് മത്ന് എന്ന് പറയുന്നത്, ഉള്ളടക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹദീസിൽ നമുക്കിതൊക്കെ കാണാം. അത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ആമുഖമായി പെടുത്തിയെന്ന് മാത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി. എന്നാൽ ഹദീസുമായി ബന്ധപ്പെട്ട പഠന മേഖല എന്നത് വളരെ വിപുലമായ, വിശാലമായ മറ്റൊരു മേഖലയാണ്. അതിലേക്ക് പോകാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. പ്രാഥമികമായി മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങൾ ഇവിടെ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ഇൻഷാ അള്ളാഹ് ഇനി പരിശുദ്ധ ഖുർആനിൻ്റെ ഫളലുമായി ബന്ധപ്പെട്ടുള്ള രണ്ടാമത്തെ ഹദീസാണ് നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഹദീസ് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നു. അദ്ദേഹം പറയുന്നു, حدثني زهير بن حرب حدثنا يعقوب بن إبراهيم حدثني أبي عن ابن شهاب عن عامر بن واثلة أن نافع بن عبد الحارث لقي عمر بعسفان. ഇതാണ് ഇവിടെ ഹദീസിൻ്റെ സനദ് എന്ന് പറഞ്ഞത്. ഹദ്ദസനി സുഹൈർ ബിൻ ഹർബ്
حدثنا يعقوب بن إبراهيم حدثني أبي عن ابن شهاب عن عامر بن واثلة أن نافع بن عبد الحارث ആമിർ ബിൻ വാസില റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അന്ന നാഫിഅ ഇബ്ന അബ്ദുൽ ഹാരിസ്, നാഫിഅ ഇബ്നു അബ്ദുൽ ഹാരിസ് എന്ന് പറയുന്ന വ്യക്തി ലഖിയ ഉമറ ബി ഉസ്ഫാന, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഉസ്ഫാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടി. ശ്രദ്ധിക്കുക, നാഫിഅ ഇബ്നു അബ്ദുൽ ഹാരിസ് എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ താബിഇ ലഖിയ ഉമറ ബി ഉസ്ഫാൻ അല്ലെങ്കിൽ സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഉസ്ഫാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടി. വകാന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻ യസ്തഅമിലുഹു അലാ മക്ക, മക്കയിലെ കാര്യങ്ങൾ നോക്കുന്ന അമാനത്ത് ഏൽപ്പിക്കപ്പെട്ട റാഇയായി നിശ്ചയിക്കപ്പെട്ട ആളാണ് നാഫിഅ ഇബ്നു അബ്ദുൽ ഹാരിസ് എന്ന് പറഞ്ഞാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നാഫിഅ ഇബ്നു അബ്ദുൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹുവിനെ മക്കയിലെ ഗവർണറായി അതല്ലെങ്കിൽ മക്കയിലെ കാര്യങ്ങൾ നോക്കേണ്ടുന്ന വ്യക്തിയായി മക്കക്കാരുടെ ഉത്തരവാദിത്തമുള്ള ആളായി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള വ്യക്തിയെ മക്കയിൽ നിന്ന് മാറി ഉസ്ഫാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടിയപ്പോൾ ഫഖാല, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, മൻ ഇസ്തഅമൽത അലാ അഹ്ലിൽ വാദി, അഹ്ലുൽ വാദിയിൽ നീ നിൻ്റെ പകരമായി നിന്നെ റെപ്രസെൻ്റ് ചെയ്യാൻ ആരെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്? കാരണം ഒരു പ്രദേശത്തേക്ക് നമ്മൾ ഒരാളെ നിശ്ചയിച്ചാൽ ആ വ്യക്തി അവിടെ ഇല്ലെങ്കിൽ മറ്റൊരാൾക്ക് അതിൻ്റെ ചുമതല നൽകണം, മറ്റൊരാളെ ഏൽപ്പിക്കണം, എന്നിട്ടേ പോകാൻ പാടുള്ളൂ. അതൊരു പള്ളിയിലെ ഡ്യൂട്ടിയാണെങ്കിലും ശരി, മറ്റേത് ഉത്തരവാദിത്തമാണെങ്കിലും ശരി, അതിനേക്കാളൊക്കെ ഗൗരവം നിറഞ്ഞതാണ് ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നാടിൻ്റെ ഗവർണറായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു നാടിൻ്റെ ചുമതലയുള്ള ഒരു വ്യക്തി മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ തനിക്ക് പകരക്കാരനായി മറ്റൊരാളെ നിശ്ചയിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ആ ഒരു കാലഘട്ടത്തിലെ യാത്ര എന്ന് പറയുന്നത് ഒരുപാട് സമയമെടുക്കുന്ന അതല്ലെങ്കിൽ ഒരുപാട് ദിവസം തന്നെ ചിലപ്പോൾ എടുക്കുന്ന യാത്രകളാണ്. അതുകൊണ്ട് തന്നെ താങ്കളെ ഞാൻ മക്കയിൽ അവരുടെ കാര്യം നോക്കാൻ ഏൽപ്പിച്ചതാണല്ലോ, താങ്കളെ ഇപ്പോൾ ഇവിടെ കാണുന്നു, ഉസ്ഫാൻ എന്ന് പറയുന്ന സ്ഥലത്ത് കാണുന്നു, എങ്കിൽ മക്കക്കാരുടെ കാര്യങ്ങൾ നോക്കാൻ ആരെയാണ് ഏൽപ്പിച്ചത് എന്ന് ചോദിക്കപ്പെട്ടു. ഫഖാല, അപ്പോൾ നാഫിഅ ഇബ്നു അബ്ദുൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇബ്നു അബ്സ, ഞാൻ ഇബ്നു അബ്സയെയാണ് ഞാൻ ഏൽപ്പിച്ചിട്ടുള്ളത്. ഖാല, അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ അറിയില്ല. വമൻ ഇബ്നു അബ്സ, ആരാണ് ഈ ഇബ്നു അബ്സ എന്ന് പറയുന്ന ആൾ എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മൗലൻ മിൻ മവാലീന, നാം മോചിപ്പിച്ച അടിമകളിൽപ്പെട്ട ഒരടിമയാണ്. അപ്പോൾ നാഫിഅ ഇബ്നു അബ്ദുൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹു മോചിപ്പിച്ച അടിമകളിൽപ്പെട്ട ഒരടിമയാണ് ഇബ്നു അബ്സ. ആ അടിമയെയാണ് ഞാൻ മക്കയുടെ കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും ഒരു പ്രദേശത്തിൻ്റെ ഉത്തരവാദിത്തം ഏൽക്കുക എന്ന് പറഞ്ഞാൽ അവിടെയുള്ള നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കണം, 5 വക്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കണം, അതേപോലെ തന്നെ സംശയങ്ങൾക്കൊക്കെ മറുപടി പറയണം. അങ്ങനെ തുടങ്ങിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ശർഈയായ ഉത്തരവാദിത്തങ്ങളും അല്ലാത്ത ഉത്തരവാദിത്തങ്ങളും ഉണ്ടാകും. അപ്പോൾ ഒരടിമയാണ്, മോചിപ്പിച്ച അടിമയാണ് നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫസ്തഖ്ലഫ്ത അലൈഹിം മൗലൻ, ഒരു മോചിപ്പിക്കപ്പെട്ട അടിമയാണോ താങ്കൾ ഖലീഫയായി അതല്ലെങ്കിൽ ഉത്തരവാദിത്തമുള്ള ആളായി നിശ്ചയിച്ചിട്ടുള്ളത്? അങ്ങനെ ചോദിക്കാനുള്ള കാരണം അടിമകൾ അതിന് അർഹരല്ല എന്ന അർത്ഥത്തിലല്ല, മറിച്ച് പൊതുവെ അടിമകളായിരിക്കുന്ന ആളുകൾക്ക് ദീന് പഠിക്കാനും അതിൽ ആഴമേറിയ അറിവ് നേടാനുമൊക്കെ സമയമുണ്ടാവുകയില്ല. കാരണം ഒരാളുടെ കീഴിലായിരിക്കും, അവർക്ക് സേവനം ചെയ്തുകൊണ്ടിരിക്കെ പഠിക്കാനോ മനസ്സിലാക്കുവാനോ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, അടിമകളായിരിക്കുന്ന ആളുകൾക്ക് നേതൃസ്ഥാനത്തേക്ക് പെട്ടെന്ന് കടന്നു വരുമ്പോൾ എങ്ങനെ ഒരു സമൂഹത്തെ നിയന്ത്രിക്കാമെന്നതും മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാകും. അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഫസ്തഖ്ലഫ്ത അലൈഹിം മൗല, ഒരു മൗലയെയാണോ, ഒരു മോചിപ്പിക്കപ്പെട്ട അടിമയാണോ ആ നാട്ടുകാരുടെ നേതൃത്വത്തിന് താങ്കൾ നിശ്ചയിച്ചിട്ടുള്ളത്? ഖാല, അപ്പോൾ അതിന് അദ്ദേഹം നൽകിയ മറുപടി ഇതാണ് നമ്മുടെ വിഷയത്തിലെ മർമ്മപ്രധാനമായ വിഷയം. അദ്ദേഹം പറഞ്ഞു, ഇന്നഹു ഖാരിഉൻ ലികിതാബില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിൻ്റെ കിതാബിലെ ഖാരി ആണ്. ഖാരി എന്ന് പറഞ്ഞാൽ ഖുർആൻ നന്നായി പാരായണം ചെയ്യുകയും അതേപോലെ തന്നെ അതിൻ്റെ ആശയങ്ങളെല്ലാം മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. വ ഇന്നഹു ആലിമുൻ ബിൽ ഫറായിദ്, മാത്രമല്ല ഫറായിദിൽ എന്ന് പറഞ്ഞാൽ
അനന്തരാവകാശ സ്വത്ത് അത് വിഭജിക്കുന്ന വിഷയത്തിൽ മറ്റുമൊക്കെ നല്ല ഇൽമുള്ള ആളുമാണ്. പരിശുദ്ധ ഖുർആനിലും നല്ല അറിവുണ്ട്. കേവലം ഖുർആൻ ഓതുക എന്ന അർത്ഥത്തിലല്ല, ഖുർആനിൽ നല്ല അറിവുണ്ട്. അതേപോലെ തന്നെ ഫറായിദുകളിൽ ഇൽമുൽ ഫറായിദ്, അനന്തരാവകാശ സ്വത്ത് എങ്ങനെ വിഭജിക്കണമെന്ന വിഷയത്തിൽ നല്ല ഇൽമുമുള്ള വ്യക്തിയാണ്. അപ്പം അത് പ്രത്യേകം പറയാനുള്ള കാരണം, ആ വിഷയത്തിൽ ഇൽമുള്ള ആൾക്ക് മറ്റു വിഷയങ്ങളിലും തീർച്ചയായും ഇൽമുണ്ടാവണം. കാരണം ഇൽമുൽ ഫറായിദ് എന്ന് പറഞ്ഞാൽ, അനന്തരാവകാശ സ്വത്ത് വിഭജിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നല്ല അറിവ് ആവശ്യമുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അതിൽ പോലും നല്ല അറിവുള്ള, ഖുർആനിലും നല്ല അറിവുള്ള ഒരു വ്യക്തിയായിരിക്കുമ്പോൾ തീർച്ചയായും ഒരു പ്രദേശത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അയാൾ അർഹനാണ് എന്ന അർത്ഥത്തിലാണ് നാഫിഉ ഇബ്നു അബ്ദുൽ ഹാരിസ് റഹിമഹുല്ലാ ഔ റളിയല്ലാഹു തആല അൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഖാല ഉമറു, അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അതിനെ അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞ വാചകമാണ് ഈ ഹദീസിലെ പ്രധാനപ്പെട്ട വിഷയം. എന്താണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്? അമാ, എന്നാൽ അറിയുക, ഇന്ന നബിയക്കും സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ് ഖാൽ, നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. എന്താണ് പ്രവാചകൻ പറഞ്ഞത്? ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയദഉ ബിഹി ആഖരീൻ. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല യർഫഉ, ഉയർത്തുന്നതാണ്, ബിഹാദൽ കിതാബി, ഈ ഖുർആനിലൂടെ, അഖ്വാമൻ, ഒരു വിഭാഗം ആളുകളെ, വയദഉ ബിഹി ആഖരീൻ, മറ്റൊരു വിഭാഗത്തെ ഈ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല തരം താഴ്ത്തുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാചകം. ഇത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇവിടെ പറയാനുള്ള കാരണം, ഇബ്നു അബ്സ എന്ന് പറയുന്ന വ്യക്തിത്വം, അദ്ദേഹം മോചിപ്പിക്കപ്പെട്ട ഒരു അടിമയാണ്. എന്നിട്ടും മക്ക എന്ന് പറയുന്ന ഒരു പ്രദേശത്തിലെ ആളുകളുടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെടുന്ന ഒരു ഉയർന്ന സ്ഥാനത്തേക്ക് അദ്ദേഹം നിശ്ചയിക്കപ്പെട്ടു. അത് ചില്ലറ കാര്യമല്ല, അത് ചെറിയ കാര്യമല്ല. അതിനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് ലഭിച്ചതാകട്ടെ പരിശുദ്ധ ഖുർആനിലുള്ള അറിവ് കൊണ്ടാണ്. പരിശുദ്ധ ഖുർആനിലുള്ള അറിവ് കൊണ്ടാണ്. ഇന്നഹു ഖാരിഉൻ ലി കിതാബില്ലാഹി അസ്സ വജൽ, അല്ലാഹുവിൻ്റെ കിതാബിൽ നല്ല ഖാരി ആണ്. അതേപോലെ തന്നെ ഇൽമുൽ ഫറായിദിലും അറിവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ സ്ഥാനത്തിന് അർഹനാണ് എന്നാണ് ആ സ്വഹാബി മനസ്സിലാക്കിയത്. ആ സ്വഹാബി മനസ്സിലാക്കിയത് തെറ്റാണ് എന്നല്ല, മറിച്ച് അത് ശരിയാണ് എന്നാണ് ആരും പറയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. അതിന് തെളിവായി കൊണ്ട് ഉദ്ധരിക്കുന്നതാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകവും. ഇവിടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞ വാക്ക് ഇത്രമാത്രമാണ്, ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല യർഫഉ ബിഹാദൽ കിതാബി, ഈ ഖുർആനിലൂടെ അള്ളാഹു ഉയർത്തുന്നു, അഖ്വാമൻ, ഒരു സംഘം ആളുകളെ, വയദഉ ബിഹി ആഖരീൻ, മറ്റൊരു വിഭാഗത്തെ ഈ ഖുർആൻ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല തരം താഴ്ത്തുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു ഈ ലോകത്തും പരലോകത്തും ഉയർച്ച നൽകും. ഇവിടെ ഇബ്നു അബ്സ റളിയല്ലാഹു തആല അൻ, അദ്ദേഹം ഉയർന്ന സ്ഥാനത്ത് പോസ്റ്റ് ചെയ്യപ്പെട്ടത് അത് ദുനിയാവിൻ്റെ ഒരു വിഷയമാണ്, ദുനിയാവിലെ ഒരു സ്ഥാനമാണ്. മതപരമായ കാര്യങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ പോലും ദുനിയാവിലെ വലിയൊരു സ്ഥാനമാണല്ലോ ഒരു സമൂഹത്തിന് നേതൃത്വം ലഭിക്കുക എന്നത്. അതിന് അദ്ദേഹത്തെ പ്രാപ്തനാക്കി തീർത്തത് പരിശുദ്ധ ഖുർആനിലെ അറിവാണ്. ഇൻഷാ അള്ളാഹ് നാളെ ഖിയാമത്ത് നാളിലും ഖുർആനിൽ അറിവുള്ള ആളുകൾക്കാണ് ഉയർന്ന സ്ഥാനമുണ്ടാവുക. ആ ഹദീസുകൾ ഇൻഷാ അള്ളാഹ് വഴിയെ നമ്മൾ പഠിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ലോകത്തും പരലോകത്തും ഒരു ഉയർന്ന സ്ഥാനം ലഭിക്കാൻ കാരണമായി തീരുന്നത് പരിശുദ്ധ ഖുർആനാണ്. ഈ ഖുർആനിലൂടെ അള്ളാഹു ചിലർക്ക് ഉയർച്ച നൽകുന്നു. എന്നാൽ ആ ഖുർആനിനെ അവഗണിക്കുകയും അതിനെ ധിക്കരിക്കുകയും അതിനെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകളോ അവർ നിന്ദ്യന്മാരായിത്തീരും. ഈ ലോകത്തും പരലോകത്തും അവർക്ക് യാതൊരു ഉയർച്ചയും ഉണ്ടാവുകയില്ല. അതാണ് വയദഉ ബിഹി ആഖരീൻ. വേറെ ചില ആളുകളെ പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തരം താഴ്ത്തുന്നു. കാരണം അവർ ഖുർആനിനെ അവഗണിച്ചത് കാരണത്താൽ. ഈ ആശയം പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. സൂറത്തുൽ ബഖറയിലെ 26-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലൻ മാ ബഊദതൻ ഫമാ ഫൗഖഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ലജ്ജിക്കുകയില്ല ഒരു കൊതുകിനെയോ അതിനേക്കാൾ മേലെയുള്ള, എന്ന് പറഞ്ഞാൽ കൊതുകിനേക്കാൾ താഴെ നിസ്സാരമെന്ന് തോന്നുന്ന ഒരു വസ്തുവിനെയോ ഉപമയായി പറയാൻ അള്ളാഹു ലജ്ജിക്കുകയില്ല. പരിശുദ്ധ ഖുർആനിൽ പല ഉപമകളുമുണ്ട്. ഉറുമ്പിൻ്റെ ഉപമയുണ്ട്, എട്ടുകാലിയുടെ ഉപമയുണ്ട്. അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമകൾ പറയുന്നു. അപ്പോൾ ചില ആളുകൾ ചോദിക്കുകയാണ്, ഉന്നതനായ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഇത്രയും നിസ്സാരമായ ജീവികളെ ഉപമയാക്കുന്നത്? അതിനുള്ള മറുപടിയാണ്, എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. ചെറുതും വലുതുമായി കാണപ്പെടുന്നതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്.
ഏത് വിഷയത്തെയും ഒരു ഉപമയായി പറയുന്നത് അതിൽ നിന്നൊരു ഗുണപാഠമുണ്ടാകുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഉപമകൾ പറയാൻ ലജ്ജിക്കുകയില്ല. ഫഅമ്മല്ലദീന ആമനൂ ഫയഅലമൂന അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം. വിശ്വസിക്കുന്ന ആളുകൾ, വിശ്വാസികളായ ആളുകൾക്ക് അവർക്കറിയാം തീർച്ചയായും ഈ ഉപമ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ഹക്കാണ്, ഇതിലൊരു തത്വമുണ്ട്, ഇതിലൊരു പൊരുളുണ്ട്, ഇതിലൊരു മഅനയുണ്ട് എന്ന് വിശ്വാസികൾ മനസ്സിലാക്കും. എന്നാൽ വഅമ്മല്ലദീന കഫറു, എന്നാൽ സത്യനിഷേധികളോ ഫയഖൂലൂന മാദാ അറാദല്ലാഹു ബിഹാദാ മസല, ഈ ഉപമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഉദ്ദേശിച്ചത് എന്നാണ് അവർ ചോദിക്കുക. അവർക്കത് മനസ്സിലാവുകയില്ല, അവർ അതിനെ ധിക്കരിക്കും, അവർ പരിഹസിക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് യുദില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറ. ഈ ഉപമയിലൂടെ അല്ലെങ്കിൽ ആ ഉപമ വിശദീകരിക്കപ്പെട്ട ഖുർആനിലൂടെ രണ്ട് നിലക്കും തഫ്സീർ പറയപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്ന ഉപമകളിലൂടെ, അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലെ മറ്റു വചനങ്ങളിലൂടെ, അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ ആ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല യുദില്ലു ബിഹി കസീറ, വലിയൊരു സംഘത്തെ വഴിവഴപ്പിക്കുന്നു, വയഹ്ദി ബിഹി കസീറ, വലിയൊരു സംഘത്തെ നേർമാർഗത്തിലാക്കുകയും ചെയ്യുന്നു. എന്നാൽ ആരെയാണ് അവൻ വഴിതെറ്റിക്കുന്നത്? വമാ യുദില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ. ഖുർആനിലൂടെ അള്ളാഹു വഴിതെറ്റിക്കുന്നത് ഫാസിഖീങ്ങളായ, അധർമ്മകാരികളായ ആളുകളെയാണ്. കാര്യം പറഞ്ഞാൽ ചിന്തിക്കാത്ത, അത് മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത, അതിൻ്റെ പൊരുൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കാതെ അന്ധമായി ധിക്കരിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന ധിക്കാരികളെ അള്ളാഹു വഴിതെറ്റിക്കുന്നതാണ്. എന്നാൽ നിർമ്മലമായ ഹൃദയമുള്ള, വിനയമുള്ള ഹൃദയമുള്ള, കിബറില്ലാത്ത, ആലോചിക്കുകയും ചിന്തിക്കുകയും മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന വിനയാന്യതരായ ആളുകൾക്ക് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ അതിൽ പറയപ്പെടുന്ന ഉപമകളിലൂടെ സന്മാർഗം നൽകുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സംഘത്തെ ഖുർആനിലൂടെ ഉയർത്തുന്നു, മറ്റൊരു സംഘത്തെ താഴ്ത്തുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ വ്യക്തമായി അല്ലാഹു പറയുന്നു ഫാസിഖീങ്ങളായ, അധർമ്മകാരികളായ, തോന്നിവാസികളായ ആളുകളാണ് ഈ ഖുർആനിലൂടെ തരം താഴ്ന്നു പോകുന്നത്. എന്നാൽ നല്ല മനസ്സുള്ള വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ ധാരാളം ഉയർച്ച നൽകുന്നതാണ്. അതേപോലെ തന്നെ സൂറത്തു അൽ മുജാദല 11-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു അതിൻ്റെ അവസാന ഭാഗത്ത് യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്തിൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെയും അറിവ് നൽകപ്പെട്ട ആളുകളെയും പല പദവികൾ ഉയർത്തുന്നതാണ്. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. അപ്പോൾ ഇൽമുള്ള ആളുകളെ യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ നിന്ന് വിശ്വസിച്ച ആളുകളെ അള്ളാഹു ഉയർത്തുന്നതാണ്. അതേപോലെ തന്നെ വല്ലദീന ഊതുൽ ഇൽമ, അറിവ് നൽകപ്പെട്ടവരെയും ദറജാത്തിൻ, ഒരുപാട് ദറജകൾ. അപ്പോൾ ഇൽമുള്ള വിശ്വാസികളും ഇൽമുമുള്ള ആളുകൾക്ക് പല പദവികൾ അള്ളാഹു ഉയർത്തി കൊടുക്കുന്നതാണ്, ഈ ലോകത്തും പരലോകത്തും. ഇൽമുകളിൽ വെച്ച് ഏറ്റവും വലിയ ഇൽമേതാണ്? പരിശുദ്ധ ഖുർആനാണ്. എല്ലാ അറിവിൻ്റെയും കേന്ദ്രമാണ്. ഉമ്മുൽ ഉലൂം, എല്ലാ അറിവുകളുടെയും ഉമ്മയായി, കേന്ദ്രമായി അറിയപ്പെടുന്നത് പരിശുദ്ധ ഖുർആനാണ്. അപ്പോൾ ഖുർആനിലുള്ള അറിവ് ഒരാൾക്ക് ദർജകൾ വർദ്ധിക്കാൻ കാരണമായിത്തീരുന്നു. ഇബ്നു അബ്സ റളിയല്ലാഹു തആല അൻഹു മക്കയിലെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ലഭിക്കുന്ന ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹം ഉയർത്തപ്പെട്ടതുപോലെ, അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് അബ്ദുറഹ്മാൻ എന്നാണ്. ഇബ്നു അബ്സ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ശരിക്കുള്ള പേര് അബ്ദുറഹ്മാൻ എന്നാണ്. അബ്ദുറഹ്മാൻ ഇബ്നു അബ്സ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഉയർന്ന സ്ഥാനം ലഭിച്ചത് പരിശുദ്ധ ഖുർആനിലുള്ള അറിവ് കൊണ്ടാണ്. ഈ കാര്യം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. നാഫി ബിൻ അബ്ദുൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹു അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് നിശ്ചയിച്ചിട്ടുള്ളതും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ, അതേപോലെ തന്നെ ഇൽമുള്ള ആളുകളിലൂടെ അവർക്ക് വലിയ ദറജകൾ ഈ ലോകത്തും പരലോകത്തും നൽകുന്നു എന്നാണ് ഈ ഹദീസുകളും ആയത്തുകളും ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതേപോലെ തന്നെ സൂറത്തു സുഖ്റുഫിലെ 43-44 ആയത്തുകളിൽ നമുക്ക് കാണാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഫസ്തംസിക് ബില്ലദീ ഊഹിയ ഇലൈക, നിനക്ക് വഹിയായി നൽകപ്പെട്ട പരിശുദ്ധ ഖുർആനിനെ നീ മുറുകെ പിടിക്കണം. ഇന്നക അലാ സിറാത്തിൻ മുസ്തഖീം, തീർച്ചയായും നീ സിറാത്തുൽ മുസ്തഖീമിലാണ്, നേരെ ചൊവ്വായ വഴിയിലാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആനിനെ മുറുകെ പിടിക്കുന്നവൻ സിറാത്തുൽ മുസ്തഖീമിലാണുള്ളത്. അതിനെ മുറുകെ പിടിക്കാൻ അല്ലാഹു പറയുന്നു. കാരണം വ ഇന്നഹു ലദിക്റുൻ ലക വലിഖൗമിക വസൗഫ തുസ്അലുൻ, തീർച്ചയായും താങ്കൾക്കും താങ്കളുടെ സമൂഹത്തിനും ഇതൊരു ദിക്റാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഒരു തഫ്സീറിൽ നമുക്ക് കാണാം വ ഇന്നഹു ലശറഫുൻ ലക വലിഖൗമിക, ഈ ഖുർആൻ താങ്കൾക്കും താങ്കളുടെ ഉമ്മത്തിനും ഒരു ഷറഫാണ്, അഭിമാനമാണ്.
ഉയർച്ചയുടെ മാനദണ്ഡമാണ്. വസൗഫ തുസ്അലുൻ, വഴിയെ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. ഈ ഖുർആനുമായിട്ടുള്ള സമീപനത്തെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. പരിശുദ്ധ ഖുർആൻ ഒരു ഉത്ബോധനമാണ്, പരിശുദ്ധ ഖുർആൻ ഒരു താക്കീതാണ്. അതോടൊപ്പം ഈ ഖുർആൻ നമുക്കിടയിലുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്, ഒരു ഷറഫാണ്, ഒരു മഹത്വമാണ്, ഒരു ആദരവാണ്. പക്ഷേ ഖുർആനിനെ നല്ല നിലക്ക് കൈകാര്യം ചെയ്തോ ഇല്ലേ എന്ന് നിങ്ങൾ ചോദിക്കപ്പെടുന്നതാണ്. സൂറത്തു സുഖ്റുഫിലെ 43-44 വചനങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ സൂറത്തുൽ ഇസ്രായിലെ 82-ാമത്തെ ആയത്തിൽ കാണാം, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ. ഈ പരിശുദ്ധ ഖുർആനിലൂടെ നാം വിശ്വാസികൾക്ക് റഹ്മത്തും ശിഫയും ശമനവും അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ. എന്നാൽ ളാലിമീങ്ങൾക്ക് അതെപ്പോഴും നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. ഖുർആനിനോടുള്ള സമീപനം തെറ്റായതുകൊണ്ട് ളാലിമീങ്ങൾക്ക് ഖുർആനിലൂടെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. കാരണം ഖുർആനിനോടുള്ള ധിക്കാരം അള്ളാഹുവിൻ്റെ കോപത്തിന് കാരണമായി തീരുന്നു. അങ്ങനെ അവർക്ക് ഇഹത്തിലും പരത്തിലും നിന്ദതയുണ്ടാകുന്നു. എന്നാൽ വിശ്വാസികൾക്ക് പരിശുദ്ധ ഖുർആനിലെ ഓരോ വാക്കുകളും ഓരോ വചനങ്ങളും ഓരോ അധ്യായങ്ങളും ശിഫയാണ്, ശമനമാണ്, ഹൃദയത്തിലെ സകല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ്. വറഹ്മത്തുൻ, അതേപോലെ തന്നെ ജീവിതത്തിൽ എല്ലാ നിലക്കുമുള്ള കാരുണ്യമാണ്, റഹ്മത്താണ് പരിശുദ്ധ ഖുർആൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ. ഈ ഹദീസ് നമുക്ക് ഹിഫ്ളാക്കാവുന്നതേ ഉള്ളൂ. ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആനിലൂടെ ഒരു വിഭാഗത്തിന് ഉയർച്ച നൽകുന്നു ഇരുലോകത്തും. വയളഉ ബിഹി ആഖരീൻ, മറ്റൊരു വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ തരം താഴ്ത്തുകയും ചെയ്യുന്നതാണ്. മഹാനായ ഇബ്നു ഹജറുൽ അസ്കലാനി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തി, യർഫഇല്ലാഹുൽ ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്തിൻ ഖീല ഫീ തഫ്സീരിഹാ യർഫഇല്ലാഹുൽ മുഅ്മിന അൽ ആലിമ അലൽ മുഅ്മിനി ഗൈറിൽ ആലിം. വിശ്വാസികളായ എന്നാൽ അധികം ഇൽമില്ലാത്ത ആളുകളെക്കാൾ ഇൽമുള്ള വിശ്വാസികൾക്കാണ് പദവികൾ കൂടുന്നത്. വിശ്വാസികൾ പൊതുവേ പദവികളുള്ളവരാണ്. ആ വിശ്വാസികളിൽ തന്നെ പദവികൾ വ്യത്യാസപ്പെടുന്നത് അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. വരിഫഅത്തുദ് ദറജാതി തദുല്ലു അലൽ ഫദ്ലി ഇതിൽ മുറാദു ബിഹി കസ്റത്തുസ് സവാബ് വബിഹാ തർതഫിഉദ് ദറജാതു വരിഫഅതുഹാ തശ്മലുൽ മഅനവിയ്യ ഫിദ്ദുനിയ ബിഉലുവിൽ മൻസിലതി വഹുസ്നിസ് സീതി വൽ ഹിസ്സിയ്യ ഫിൽ ആഖിറതി ബിഉലുവിൽ മൻസിലതി ഫിൽ ജന്ന. അദ്ദേഹം പറയുന്നത് റിഫഅത്ത്, ഉയർച്ച ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് എല്ലാ അർത്ഥത്തിലുമാണ്. ദുനിയാവിലുള്ള സ്ഥാനമാനങ്ങളിലുള്ള ഉയർച്ച, അതേപോലെ തന്നെ നാളെ പരലോകത്ത് സ്വർഗത്തിൽ ഉണ്ടാകുന്ന ഉയർച്ചയും അങ്ങനെ തന്നെയാണ്. വഅൻ സയ്ദ് ബിൻ അസ്ലമ ഫീ ഖൗലിഹി തആല നർഫഉ ദറജാതിൻ മൻ നശാ. സൂറത്ത് യൂസുഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നാം ഉദ്ദേശിക്കുന്നവർക്ക് നാം ദറജകൾ നൽകുന്നു. അതുകൊണ്ടുള്ള ഉദ്ദേശം ഖാല ബിൽ ഇൽമി, ഇൽമുള്ള ആളുകൾക്ക് അല്ലാഹു ഇൽമു കൊണ്ട് ഉയർച്ച നൽകുമെന്നാണ് ഈ പറഞ്ഞിട്ടുള്ളത് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലാ രേഖപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഇൽമു കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകൾക്ക് ഉയർച്ച നൽകുന്നു, പ്രത്യേകിച്ചും പരിശുദ്ധ ഖുർആനിലുള്ള ഇൽമ്. കാരണം അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്, വൽ മുറാദു ബിൽ ഇൽമി അൽ ഇൽമു ശർഈ അല്ലദീ യുഫീദു മഅരിഫത മാ യജിബു അലൽ മുകല്ലഫി മിൻ അംരി ദീനിഹി ഫി ഇബാദാതിഹി വ മുആമലാതിഹി. ഇവിടെ ഇൽമു കൊണ്ടുള്ള ഉദ്ദേശം ശർഈലുള്ള ഇൽമാണ്. ആ അറിവ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമക്ക് അള്ളാഹുവിൻ്റെ ദീനിനെ സംബന്ധിച്ചും അവന് എങ്ങനെ ഇബാദത്ത് ചെയ്യണമെന്നതിനെ സംബന്ധിച്ചും എപ്രകാരമാണ് മുആമലാത്തുകൾ, ഇടപാടുകൾ നടത്തേണ്ടത്, അള്ളാഹുവുമായിട്ടുള്ള ആരാധനകൾ എങ്ങനെയാണ്, അതേപോലെ തന്നെ വൽ ഇൽമു ബില്ലാഹി വ സിഫാതിഹി വമാ യജിബു ലഹു മിനൽ ഖിയാമി ബി അംരിഹി വ തൻസീഹിഹി അനിൻ നഖായിസി വ മദാറു ദാലിക അല തഫ്സീരി വൽ ഹദീസ് വൽ ഫിഖ്. അദ്ദേഹം പറയാണ്, അള്ളാഹുവിനെ സംബന്ധിച്ചും അവൻ്റെ സിഫാത്തുകളെ സംബന്ധിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് എങ്ങനെ ഇബാദത്ത് ചെയ്യണം, എന്തൊക്കെ വാജിബുകളാണ് ഞാൻ നടപ്പിലാക്കേണ്ടത്, അതേപോലെ തന്നെ എന്തെല്ലാം വിഷയങ്ങളാണ് കുറവുകളായിട്ടുള്ളത്, അതിൽ നിന്ന് എങ്ങനെ വിട്ടുനിൽക്കണം തുടങ്ങിയ എല്ലാ അറിവുകളും നമുക്ക് ലഭിക്കുന്നത് മതത്തിൽ അറിവ് നേടുന്നതിലൂടെയാണ്. അതിൻ്റെ കേന്ദ്രമായി നിലകൊള്ളുന്നതാകട്ടെ യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനുമാണ്. ശേഷം ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലാ ഇമാം മുസ്ലിം ഉദ്ധരിച്ച നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹദീസിനെ തെളിവായി ഉദ്ധരിക്കുകയും ചെയ്തു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും ജനങ്ങൾക്ക് ഉയർച്ച നൽകുന്നത്, ഈ ലോകത്തും പരലോകത്തും ഉയർച്ച നൽകുന്നത് പരിശുദ്ധ ഖുർആനിലുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഖാല തീബിയു, മഹാനായ ഇമാം തീബി റഹിമഹുല്ലാ
അദ്ദേഹം പറഞ്ഞു, ഫമൻ ഖറഅഹു വഅമില ബിഹി മുഖ്ലിസൻ റഫഅഹുല്ലാഹ്. പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും ആത്മാർത്ഥതയോടുകൂടി തന്നെ അത് അമലാക്കുകയും ചെയ്തവർക്കാണ് അള്ളാഹു ഉയർച്ച നൽകുന്നത്. എന്നാൽ വമൻ ഖറഅഹു മുറായിയൻ ഗൈറ ആമിലിൻ ബിഹി വലഅഹുല്ലാഹ്, എന്നാൽ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഓതുകയും അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്താൽ അത്തരം ആളുകളെ അള്ളാഹു നിന്ദിക്കും. അപ്പോൾ ഖുർആൻ ഓതുന്ന എല്ലാവർക്കും ലഭിക്കുന്നതല്ല ഈ ഉയർച്ച. പിന്നെയോ ഇഖ്ലാസോടുകൂടിയാണെങ്കിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർച്ച നൽകും. എന്നാൽ ഇഖ്ലാസ് നഷ്ടപ്പെട്ടാൽ അവർ നിന്ദിക്കപ്പെടും. റിയാദുസ് സ്വാലിഹീൻ്റെ ഷറഹിൽ മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ രേഖപ്പെടുത്തി ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത്, മൻ അമില ബിഹാദൽ ഖുർആനി തസ്ദീഖൻ ബി അഖ്ബാരി വതൻഫീദൻ ലി അവാമിരിഹി വജ്തിനാബൻ ലി നവാഹി വഹ്തിദാഅൻ ബിഹദിയിഹി വതഖല്ലുഖൻ ബിമാ ജാഅ ബിഹി മിൻ അഖ്ലാഖ്. അദ്ദേഹം പറയുന്നു, ഈ ഖുർആനിൽ വന്ന വാർത്തകളെ സത്യപ്പെടുത്തുക, അതേപോലെ തന്നെ ഖുർആനിലെ കൽപ്പനകൾ അനുസരിക്കുക, ഖുർആൻ നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക, ഖുർആനിൽ പറഞ്ഞ നല്ല സൽസ്വഭാവങ്ങൾ സ്വീകരിക്കുക, ഖുർആനിൽ വന്നിട്ടുള്ള ഉന്നതമായ പെരുമാറ്റ മര്യാദകൾ സ്വീകരിക്കുക. വകുല്ലുഹാ അഖ്ലാഖുൻ ഫാദില, എല്ലാം ഖുർആൻ പറയുന്ന എല്ലാ സ്വഭാവവും ഉയർന്ന സ്വഭാവങ്ങളാണ്. ഫഇന്നല്ലാഹ തആല യർഫഉഹു ബിഹി ഫിദ്ദുനിയ വൽ ആഖിറ, എങ്കിൽ ഈ ലോകത്തും പരലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് വലിയ ഉയർച്ചകൾ നൽകുന്നതാണ്. കാരണം വദാലിക ലിഅന്ന ഹാദൽ ഖുർആന ഹുവ അസ്ലുൽ ഇൽം, ഖുർആൻ എല്ലാ അറിവിൻ്റെയും അസ്ലാണ്. വമൻബഉൽ ഇൽം, എല്ലാ ഇൽമിൻ്റെയും തുടക്കം ഖുർആനിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വഖദ് ഖാല അല്ലാഹു തആല യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, വിശ്വസിക്കുകയും അറിവ് നൽകപ്പെടുകയും ചെയ്തവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പല പദവികൾ ഉയർത്തുന്നതാണ്. ഖിയാമത്ത് നാളിൽ സ്വർഗ്ഗത്തിൽ ഉയർച്ചകൾ നൽകിക്കൊണ്ട് ഈ ദുനിയാവിൽ മറ്റു ഉയർച്ചകൾ നൽകിക്കൊണ്ടും. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിലുള്ള അറിവാണ് ഒരാളെ ഉയർത്തുന്നത്. ഇമാം മുസ്ലിം തൻ്റെ സനദിലൂടെ ഉദ്ധരിക്കുന്ന ഈ ഒരു ഹദീസ് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ഹിഫ്ളാക്കുക. ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ വയളഉ ബിഹി ആഖരീൻ എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു നബിയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്. ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർച്ച നൽകുന്നു, ഖുർആനിലൂടെ അല്ലാഹു മനുഷ്യരിൽ പലരെയും തരം താഴ്ത്തുന്നു. അപ്പോൾ ഖുർആനിൻ്റെ ശ്രേഷ്ഠതയാണ് അത് വിളിച്ചോതുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മൂന്നാമത്തെ ഹദീസാണ്. മൂന്നാമത്തെ ഹദീസ്, ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് ഇമാം ബുഖാരി റഹിമഹുള്ളയാണ്. ഹദ്ദസനാ അബ്ദുല്ലാഹ് ബിൻ യൂസുഫ് ഹദ്ദസന ലൈസു ഹദ്ദസനാ സഈദുൻ അൽ മഖ്ബുരിയു അൻ അബീഹി അൻ അബീ ഹുറൈറത റളിയല്ലാഹു തആല അൻഹു ഖാൽ. അപ്പോൾ ഇതാണ് ഹദീസിൻ്റെ സനദ്. ഒന്നുകൂടി വായിക്കാം. ഹദ്ദസനാ അബ്ദുല്ലാഹ് ഇബ്നു യൂസുഫ് ഹദ്ദസന ലൈസു ഹദ്ദസനാ സഈദുൻ അൽ മഖ്ബുരിയു അൻ അബീഹി അൻ അബീ ഹുറൈറത റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹമാണ് സ്വഹാബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്. ഇനി പറയാൻ പോകുന്നതാണ് ഈ ഹദീസിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ മത്ന്. എന്താണ് പറയുന്നത്? മാ മിനൽ അംബിയാഇ നബിയ്യുൻ ഇല്ലാ ഉഅതിയ മാ മിസ്ലുഹു ആമന അലൈഹിൽ ബശർ, ഒരു നബിയും കടന്നു വന്നിട്ടില്ല ജനങ്ങൾക്ക് വിശ്വസിക്കത്തക്കവണ്ണം ഒരു ദൃഷ്ടാന്തം നൽകപ്പെട്ടുകൊണ്ടല്ലാതെ. മാ മിനൽ അംബിയാഇ നബിയ്യുൻ, അംബിയാക്കളിൽ നിന്ന് ഒരു നബിയും വന്നിട്ടില്ല. അപ്പോൾ എല്ലാ നബിമാർക്കും എന്ത് നൽകപ്പെട്ടിട്ടുണ്ട്? ഇല്ലാ ഉഅതിയ മാ മിസ്ലുഹു ആമന അലൈഹിൽ ബശർ. ബശർ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ. മനുഷ്യരെ വിശ്വസിപ്പിക്കത്തക്കവണ്ണം അവർക്ക് വിശ്വാസം വരുന്ന രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു ദൃഷ്ടാന്തം ഒരു നബിക്കും നൽകപ്പെടാതിരുന്നിട്ടില്ല. എല്ലാ നബിമാർക്കും നൽകപ്പെട്ടിട്ടുണ്ട്. ധിക്കാരം കൊണ്ടും തികഞ്ഞ അഹങ്കാരം കൊണ്ടുമല്ലാതെ തെളിഞ്ഞ ബുദ്ധിയുള്ള ഒരാൾക്കും അതിനെ നിഷേധിക്കാൻ കഴിയില്ല. അത്രയും വ്യക്തമായ തെളിവുകൾ എല്ലാ നബിമാർക്കും നൽകപ്പെട്ടിട്ടുണ്ട്. വ ഇന്നമാ കാനല്ലദീ ഊതീതു വഹിയൻ ഔഹാഹു അല്ലാഹു ഇലയ്യ, എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആ വിഷയത്തിലെ ദൃഷ്ടാന്തം എന്താണ്? എനിക്ക് വഹിയായി നൽകപ്പെട്ടിട്ടുള്ള ഈ ഖുർആനാകുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട ദൃഷ്ടാന്തങ്ങളിൽ ഏറ്റവും വലിയ ദൃഷ്ടാന്തം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആൻ ഒരു അമാനുഷിക ദൃഷ്ടാന്തം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യമാണ്, പരലോകം സത്യമാണ്, അള്ളാഹു സത്യമാണ് എന്ന് തെളിയിക്കുന്ന ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് പരിശുദ്ധ ഖുർആൻ. അതാണ് പ്രവാചകൻ പറയുന്നത്, വ ഇന്നമാ കാനല്ലദീ ഊതീതു, എനിക്ക് നൽകപ്പെട്ടത് ഏതാണ്?
വഹിയൻ, വഹിയാണ് ഔഹാഹുല്ലാഹു ഇലയ്യ, എനിക്ക് വഹിയായി ലഭിച്ചിട്ടുള്ള ഈ ഒരു വഹി അഥവാ പരിശുദ്ധ ഖുർആനാണ് എനിക്ക് നൽകപ്പെട്ട ദൃഷ്ടാന്തം. ഫഅർജു, അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു, അൻ അകൂന അക്സറഹും താബിഅൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടാവുന്നത്, പിന്തുടരുന്ന ആളുകൾ ഉണ്ടാകുന്നത്, അനുയായികൾ ഉണ്ടാകുന്നത് എനിക്കാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട പരിശുദ്ധ ഖുർആൻ അപ്പോൾ മറ്റുള്ളവർക്കും ദൃഷ്ടാന്തങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖിയാമത്ത് നാളിൽ ഏറ്റവും കൂടുതൽ അനുയായികൾ എനിക്കായിരിക്കും ഉണ്ടാവുക. ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നു, ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ ഹദീസിലേക്ക് നമുക്കൊന്നുകൂടി പ്രവേശിക്കാം. മാ മിനൽ അംബിയാഇ നബിയ്യുൻ ഇല്ലാ ഉഅതിയ മാ മിസ്ലുഹു ആമന അലൈഹിൽ ബശർ. മനുഷ്യർ വിശ്വസിക്കത്തക്കവണ്ണം ദൃഷ്ടാന്തങ്ങൾ നൽകപ്പെടാത്ത ഒരു നബിയും ലോകത്ത് കടന്നുപോയിട്ടില്ല. വ ഇന്നമാ കാനല്ലദീ ഊതീതു വഹ്യൻ ഔഹാഹുല്ലാഹു ഇലൈ, എനിക്ക് നൽകപ്പെട്ട ദൃഷ്ടാന്തം അള്ളാഹു എനിക്ക് വഹിയായി നൽകിയിട്ടുള്ളതാകുന്നു, അഥവാ പരിശുദ്ധ ഖുർആനാകുന്നു. ഫഅർജു അൻ അകൂന അക്സറഹും താബിഅൻ യൗമൽ ഖിയാമ, അതുകൊണ്ട് ഖിയാമത്ത് നാളിൽ ഏറ്റവും കൂടുതൽ അനുയായികൾ എനിക്കുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ദൃഷ്ടാന്തം നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആനും നൽകി. എങ്കിൽ പിന്നെ പ്രവാചകന് മാത്രം കൂടുതൽ അനുയായികൾ ഉണ്ടാകണം എന്ന് പറഞ്ഞതിൽ അർത്ഥം എന്താണ്? ഇൻഷാ അള്ളാഹ് അതിനെ സംബന്ധിച്ചുള്ള ഷറഹ് നമുക്ക് മനസ്സിലാക്കാവുന്നതാകുന്നു. ഇമാം ഇബ്നു ഹജർ അൽ അസ്കലാനി റഹിമഹുല്ലാ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഫത്ഹുൽ ബാരിയിൽ അദ്ദേഹം പറഞ്ഞു, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രത്യേകം പറയാനുള്ള കാരണം, അന്നൽ മുഅ്ജിസാത്തിൽ അംബിയാഇ ഇൻഖറദത് ബിൻഖിറാദി അഅസാരിഹിം ഫലം യുശാഹിദ്ഹാ ഇല്ലാ മൻ ഹദറഹാ വമുഅ്ജിസത്തുൽ ഖുർആനി മുസ്തമിറത്തുൻ ഇലാ യൗമിൽ ഖിയാമ وخرقه للعادة في أسلوبه وبلاغته وإخباره بالمغيبات فلا يمر عصر من الأعصار إلا ويظهر فيه شيء مما أخبر به أنه سيكون يدل على صحة دعواه وهذا أقوى المحتملات وتكميله في الذي بعده. وقيل المعنى أن المعجزات الماضية كانت حسية تشاهد بالأبصار كناقة صالح وعصا موسى، ومعجزة القرآن تشاهد بالبصيرة فيكون من يتبعه لأجلها أكثر، لأن الذي يشاهد بعين الرأس ينقرض بانقراض مشاهده، والذي يشاهد بعين العقل باق يشاهده كل من جاء بعد الأول. ഇബ്നു ഹജർ അൽ അസ്കലാനി റഹിമഹുല്ലാ പറഞ്ഞ ഭാഗമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, പരിശുദ്ധ ഖുർആനിൻ്റെ മുഅ്ജിസത്ത് മറ്റു അമ്പിയാക്കൾക്ക് നൽകപ്പെട്ട മുഅ്ജിസത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം മറ്റു അമ്പിയാക്കൾക്ക് നൽകപ്പെട്ട മുഅ്ജിസാത്തുകൾ അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും അതേപോലെ തന്നെ ആ മുഅ്ജിസത്ത് പ്രകടമാകുമ്പോൾ അവിടെ ഹാജറുള്ള ആളുകൾക്ക് മാത്രമേ അത് കാണാൻ കഴിയുള്ളൂ. ഉദാഹരണത്തിന് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ട വടി, അദ്ദേഹം ആ മുഅ്ജിസത്ത് പ്രകടിപ്പിക്കുമ്പോൾ ചുറ്റിലും ആരാണോ ഉള്ളത് അവർക്ക് മാത്രമേ അത് കാണാൻ കഴിയുള്ളൂ. അത് ആ സന്ദർഭത്തിലേക്ക് മാത്രമാണ്. അതേപോലെ തന്നെ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വഫാത്തോടുകൂടി അത് അവസാനിച്ചു. സ്വാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ട ഒട്ടകം, ആ ഒട്ടകം ആ നാട്ടിൽ അവിടെ ഹാജറുള്ളവർക്ക് മാത്രമേ അത് കാണാൻ പറ്റിയിട്ടുള്ളൂ. അതേപോലെ തന്നെ ആ ഒരു സന്ദർഭം കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, പിന്നീട് അതിന് നിലനിൽപ്പില്ല. മറ്റെല്ലാ നബിമാർക്ക് നൽകപ്പെട്ട മുഅ്ജിസാത്തുകളും അങ്ങനെയാണ്. ഒരു നബിക്കും നൽകപ്പെട്ട വേദഗ്രന്ഥം ഒരു മുഅ്ജിസത്തായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടില്ല, അഥവാ എന്നെന്നും നിലനിൽക്കുന്ന മുഅ്ജിസത്തായി. അതത് കാലഘട്ടങ്ങളിൽ അത് മുഅ്ജിസത്താണ്. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ അതിൽ കൂട്ടിച്ചേർക്കലുകൾ വരുത്തപ്പെട്ടു. അത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ സംരക്ഷിക്കും. ഉദാഹരണത്തിന് തൗറാത്ത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു അതിനെ സംരക്ഷിക്കും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തീരുമാനിച്ചില്ല. ഇൻജീലിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ, സബൂറിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. മറ്റൊരുപാട് വേദങ്ങൾ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന തന്നെയില്ല. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പരിശുദ്ധ ഖുർആനിൻ്റെ പ്രത്യേകത, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്തു കൊടുക്കുമ്പോൾ അവിടെയുള്ള ആളുകൾക്ക് മാത്രം ബാധകമായതല്ല. പിന്നീടോ ആ പാരായണം ചെയ്യപ്പെട്ട വചനങ്ങൾ ആരിലേക്കൊക്കെ എത്തുന്നുവോ അവർക്കൊക്കെ അതുകൊണ്ട് ഉപകാരപ്പെടും. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മാത്രം ഒതുങ്ങുന്നതുമല്ല, മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് ശേഷവും അത് സംരക്ഷിക്കപ്പെടും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്.
അപ്പോൾ പരിശുദ്ധ ഖുർആൻ എന്നെന്നും നിലനിൽക്കുന്ന ഒരു ദൃഷ്ടാന്തമായി കൊണ്ട് തന്നെയാണ് നിലകൊള്ളുന്നത്. അതിന് ഷാഹിദായി നമുക്ക് പരിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ ചില വചനങ്ങൾ നമുക്കതിന് തെളിവായി ലഭിക്കുന്നതാണ്. സൂറത്തുൽ അൻകബൂത്തിലെ 50-51 ആയത്തുകൾ ശ്രദ്ധിക്കുക. സൂറത്തുൽ അൻകബൂത്ത് 50-51 ആയത്തുകൾ. വഖാലു ലൗല ഉൻസില അലൈഹി ആയാതും മിർ റബ്ബി. ആളുകൾ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൽ നിന്ന് ഒരു ദൃഷ്ടാന്തം അവതരിപ്പിക്കപ്പെടാത്തത്? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉണ്ടായിരുന്നത് പോലെ, സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഉണ്ടായിരുന്നത് പോലെ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഇറക്കപ്പെട്ടതുപോലെ എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഇറക്കപ്പെടുന്നില്ല? ഖുൽ ഇന്നമൽ ആയാതു ഇൻദല്ലാഹ്. നബിയെ പറയുക, ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്താണ്, എൻ്റെ കയ്യിലല്ല. വ ഇന്നമാ അന നദീറും മുബീൻ. ഞാൻ വ്യക്തമായൊരു താക്കീതുകാരൻ മാത്രമാണ്. എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, അവലം യക്ഫിഹിം. അവർക്ക് മതിയായതല്ലേ? അന്ന അൻസൽന അലൈക്കൽ കിതാബ യുത്ല അലൈഹിം. അവരുടെ മേൽ ഓതി കേൾപ്പിക്കപ്പെടുന്ന ഈ പരിശുദ്ധ ഖുർആൻ തന്നെ പോരെ ദൃഷ്ടാന്തമായിട്ട്? എന്തിനാണ് മറ്റു ദൃഷ്ടാന്തം? ഇന്ന ഫീ ദാലിക ലറഹ്മ. തീർച്ചയായും ഈ ഖുർആൻ ഒരു കാരുണ്യമാണ്. വദിക്റാ ലിഖൗമി യുഅ്മിനൂൻ. വിശ്വസിക്കുന്ന ആളുകൾക്കൊരു ഉത്ബോധനവുമാകുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത്, അവലം യക്ഫിഹിം. അവർക്ക് മതിയായതല്ലേ? അന്ന അൻസൽന അലൈക്കൽ കിതാബ്. നിനക്ക് നാം ഈ ഒരു വേദഗ്രന്ഥം അവതരിപ്പിച്ചു തന്നു എന്നത്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ ദൃഷ്ടാന്തം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്കും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമക്കും സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമക്കും മറ്റു അമ്പിയാക്കൾക്കൊക്കെ നൽകപ്പെട്ടതിനേക്കാൾ ഗംഭീരമാണ് പരിശുദ്ധ ഖുർആൻ. അത് മതിയായതല്ലേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത്. സൂറത്തുൽ അൻകബൂത്ത് 50-51 ആയത്തുകൾ. സൂറത്തുൽ ഹിജ്റിലെ 9-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ഖുർആനിനെ നാമാണ് അവതരിപ്പിച്ചത്. വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഇതിനെ നാം എന്നും സംരക്ഷിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇത് നശിച്ചു പോകുന്നതല്ല. എന്നും അല്ലാഹു സുബ്ഹാനഹു വതആല സംരക്ഷിക്കും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. ഈ പരിശുദ്ധ ഖുർആനിനെ നാം സംരക്ഷിക്കുന്നതാണ്. പ്രവാചകന്റെ കാലശേഷവും നിലനിൽക്കുന്നതാണിത്. അതേപോലെ തന്നെ സൂറത്തു ഫുസ്സിലത്ത് 41-42 ആയത്തുകൾ. ഇന്നല്ലദീന കഫറൂ ബിദ്ദിക്രി ലമ്മാ ജാഅഹും. ഈ ഒരു ദിക്ർ അവർക്ക് വന്നു കിട്ടിയതിന് ശേഷവും അതിനെ നിഷേധിച്ച ആളുകൾ അറിയുക, വ ഇന്നഹു ലകിതാബുൻ അസീസ്. തീർച്ചയായും ഈ ഖുർആൻ പ്രതാപമേറിയ ഔന്നിത്യമേറിയ ഒരു കിതാബാകുന്നു. ലാ യഅതീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫി. അതിൻ്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ വ്യർത്ഥമായതൊന്നും അതിലേക്ക് കടന്നുകൂടുകയില്ല. തൻസീലും മിൻ ഹക്കീമിൻ ഹമീദ്. സ്തുത്യർഹനും അഗാധജ്ഞനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാകുന്നു. അതേപോലെ തന്നെ സൂറത്തുൻ നിസാ 82-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ. അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഇത് അള്ളാഹുവിൽ നിന്ന് അല്ലായിരുന്നെങ്കിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ അവർക്കതിൽ കണ്ടെത്താമായിരുന്നു. എന്നാൽ ഇത് അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് എന്നതിൻ്റെ തെളിവാണ് പരിശുദ്ധ ഖുർആനിൽ ഒരു വൈരുദ്ധ്യവും ഒരു കാലഘട്ടത്തിലും ചൂണ്ടിക്കാണിക്കപ്പെടുകയില്ല. ഏത് കാലഘട്ടത്തിലും വൈരുദ്ധ്യങ്ങളിൽ നിന്ന് അബദ്ധങ്ങളിൽ നിന്ന് മുക്തമായിരിക്കും പരിശുദ്ധ ഖുർആൻ. അള്ളാഹു ആ നിലക്ക് അതിനെ സംരക്ഷിക്കുമെന്ന് വാഗ്ദത്തം നൽകുന്നു. ഈ പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളൊക്കെ തന്നെ തെളിയിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെ ആ നിലക്കുള്ള ദൃഷ്ടാന്തമാണ്. മാത്രമല്ല ഇബ്നു ഹജറുൽ അസ്കലാനി റഹ്മഹുല്ലാഹ് പറഞ്ഞ ശ്രദ്ധേയമായ മറ്റൊരു പോയിന്റ് കൂടിയുണ്ട്. എന്താണത്? മറ്റു അമ്പിയാക്കൾക്ക് നൽകപ്പെട്ട ദൃഷ്ടാന്തങ്ങൾക്ക് ബുദ്ധി അധികം ഉപയോഗിക്കേണ്ടെന്ന ആവശ്യമില്ല. പിന്നെയോ അത് കണ്ണുകൊണ്ട് തന്നെ നേർക്കുനേരെ കാണുന്നതാണ്. അവിടെ ഒരുപാട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം വടി നിലത്തിട്ടപ്പോൾ അത് ഒറിജിനൽ പാമ്പായി മാറി എന്നത് കണ്ണുകൊണ്ട് ഡയറക്റ്റ് കാണുന്നതാണ്. അവിടെ ഒരു പഠനത്തിൻ്റെ ഗവേഷണത്തിൻ്റെ അറിവിൻ്റെ ആവശ്യമില്ല. അതേപോലെ തന്നെ സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ട ഒട്ടകം എന്നത് അവർ കണ്ണുകൊണ്ട് ഡയറക്റ്റായി കണ്ടതാണ്. കൂടുതൽ അവിടെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ കണ്ണുകൊണ്ട് കണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലോ? കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിൽ അപ്പോൾ പിന്നെ അതിനെന്തില്ല? പ്രസക്തിയില്ല. എന്നാൽ പരിശുദ്ധ ഖുർആനിൻ്റെ പ്രസക്തി എന്നത് അത് കേവലം കണ്ണുകൊണ്ട് കാണണമെന്നില്ല. ഒരു അന്ധനായ ഒരാൾക്കും ഖുർആനിൻ്റെ മഹത്വം മനസ്സിലാവും. കാരണം പരിശുദ്ധ ഖുർആനിൻ്റെ ദൃഷ്ടാന്തം മനസ്സിലാകുന്നത് ഇൽമു കൊണ്ടാണ്, അറിവ് കൊണ്ടാണ്. അറിവുള്ള ആളുകൾക്കാണ് ഖുർആനിക വചനങ്ങൾ മനസ്സിലാവുക. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ നിരന്തരമായ പഠനത്തിന് ഗവേഷണത്തിന് പ്രോത്സാഹനം നൽകുന്നത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം തുടങ്ങിയ ആയത്തുകൾ. അവലം യസീറു ഫിൽ അർദ് അഫലം യസീറു ഫിൽ അർദ് ഖുൽ സീറു ഫിൽ അർദ്. ഭൂമിയിലൂടെ സഞ്ചരിക്കൂ. എന്തിനാണത്? ഫതകൂന ലഹും ഖുലൂബുൻ യഖിലൂന ബിഹാ. ചിന്തിക്കുന്ന ഹൃദയമുണ്ടാകാൻ. അപ്പോൾ ചിന്തയെ തൊട്ടുണർത്തുന്നു. പഠന ഗവേഷണങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു.
പരിശുദ്ധ ഖുർആനിൽ അവതരിപ്പിക്കപ്പെട്ട ഒന്നാമത്തെ അധ്യായത്തിലെ ആയത്ത് തന്നെ എന്താണ്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ച നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ വായിക്കാനാണ് പറയുന്നത്. ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അവൻ പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചിരിക്കുന്നു, മനുഷ്യൻ അറിയാത്തതൊക്കെ അവൻ പഠിപ്പിച്ചിരിക്കുന്നു. എഴുതാനും വായിക്കുവാനും സഞ്ചരിക്കുവാനും, അതേപോലെ തന്നെ അഫലാ യൻളുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത്, ഗവേഷണം ചെയ്യാൻ, പഠിക്കാൻ, അന്വേഷിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ വചനങ്ങളെ ഇൽമു കൊണ്ട് എന്നും മനസ്സിലാക്കാൻ കഴിയും. അത് നേരിട്ട് കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയില്ല. മറിച്ച് അന്ധനായ ഒരാൾക്കും പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ദൃഷ്ടാന്തമായി നിലകൊള്ളും. എന്നാൽ സ്വാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഒട്ടകത്തെ കണ്ണുള്ളവർക്ക് മാത്രമേ കാണാൻ പറ്റൂ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം വടി നിലത്തിട്ട് പാമ്പായി എന്നത് ഒരു അന്ധനായ ഒരാൾക്ക് മനസ്സിലാവണമെന്നില്ല. എന്ന് പറഞ്ഞാൽ മറ്റു ദൃഷ്ടാന്തങ്ങളെയെല്ലാം അപേക്ഷിച്ച് ഒരുപാട് ഔന്നിത്യം അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന് നൽകിയിട്ടുണ്ട്. അത് അള്ളാഹുവിൻ്റെ തിരഞ്ഞെടുക്കലാണ് എന്ന് കരുതി മറ്റു പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളിലുള്ളവർക്ക് ആ ദൃഷ്ടാന്തങ്ങൾ ഉപകാരപ്പെട്ടില്ല എന്നല്ല, മറിച്ച് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അവരിൽ അന്ധന്മാരായ ആളുകളും അല്ലാത്തവരുമുണ്ട്. എല്ലാം ശരിയാണ്. പക്ഷേ പരിശുദ്ധ ഖുർആൻ എക്കാലഘട്ടത്തിലും ലോകാവസാനം വരെ നിലനിൽക്കാൻ ആവശ്യമായതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സംവിധാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിൽ ഇങ്ങനെ ഒരു വാചകം ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുള്ള രേഖപ്പെടുത്തുകയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഈ ഹദീസിലൂടെ, മാ മിനൽ അംബിയാഇ നബിയ്യുൻ ഇല്ലാ ഉഅതിയ മാ മിസ്ലുഹു ആമന അലൈഹിൽ ബശർ, എല്ലാ നബിമാർക്കും സമൂഹം വിശ്വസിക്കാൻ പാകത്തിൽ എന്ന് കരുതി എല്ലാവരും വിശ്വസിക്കണമെന്നില്ല. പക്ഷേ ആ ദൃഷ്ടാന്തങ്ങൾ അത്രക്ക് കുറ്റമറ്റതാണ്. എല്ലാവർക്കും നൽകപ്പെട്ടിട്ടുണ്ട്, നൽകപ്പെടാത്ത ആരുമില്ല. വ ഇന്നമാ കാനല്ലദീ ഊതീതു വഹ്യൻ ഔ വഹാഹു അല്ലാഹു ഇലൈ, എനിക്ക് നൽകപ്പെട്ടത് ഈ വഹിയായി നൽകപ്പെട്ട പരിശുദ്ധ ഖുർആനാണ്. അപ്പോൾ തുല്യമാവേണ്ടതില്ലേ? ഇല്ല. പക്ഷേ പ്രവാചകൻ പറഞ്ഞ പിന്നീടുള്ള വാചകം നേരത്തെ പറഞ്ഞ ആശയങ്ങൾ അരക്കൊട്ട് ഉറപ്പിക്കുന്നതാണ്. ഫഅർജു അൻ അകൂന അക്സറഹും താബിഅൻ യൗമൽ ഖിയാമ, അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാളിൽ എനിക്കായിരിക്കും കൂടുതൽ അനുയായികൾ ഉണ്ടാവുക. കാരണം മറ്റു പ്രവാചകന്മാരുടെയൊക്കെ വഫാത്തോടുകൂടി ആ മുഅ്ജിസാത്തുകൾ നിന്നുപോയി. അവരിലൂടെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണവും നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നന്മയും തിന്മയും ഒക്കെ അതിൽ കൂടിക്കലർന്നു അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം. എന്നാൽ പരിശുദ്ധ ഖുർആൻ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ ഒരു ഹർഫ് പോലും കൂട്ടാനോ കുറയ്ക്കാനോ പറ്റാത്ത രൂപത്തിൽ സുഭദ്രമായി 14.5 നൂറ്റാണ്ടായി അത് നിലകൊള്ളുന്നു. എന്തെങ്കിലും ഒരു ഇഖ്തിലാഫ് കാണിച്ചു തരാൻ പരിശുദ്ധ ഖുർആൻ്റെ വെല്ലുവിളിയാണ്. എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം, ഒരബദ്ധം നിങ്ങൾ കാണിച്ചു തരൂ, സാധ്യമല്ല. പരിശുദ്ധ ഖുർആനിൽ ഓരോ കാലഘട്ടങ്ങളിലും ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുള്ള വീണ്ടും പറയുന്നുണ്ട്, ആ ഭാഗം ഞാൻ വായിക്കുന്നില്ല, അദ്ദേഹം പറയുന്നു, ഓരോ കാലഘട്ടത്തിലും ഖുർആനിൽ നിന്ന് ഒരു ദൃഷ്ടാന്തം ആ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പ്രത്യേകിച്ചും ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തപ്പെട്ടപ്പോൾ പരിശുദ്ധ ഖുർആനിലെ പരാമർശങ്ങൾ 14.5 നൂറ്റാണ്ട് മുമ്പ് അറേബ്യയിൽ ജീവിച്ച, മരുഭൂമിയിൽ ജീവിച്ച ഒരു വ്യക്തിക്ക് പഠന ഗവേഷണങ്ങളോ ശാസ്ത്രീയമായ പഠനങ്ങളോ ഒരു നിലക്കും നടത്തിയിട്ടില്ല എന്ന് 100% ഉറപ്പുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും പറയാനോ ഊഹിച്ചു പറയാനോ സാധ്യമല്ലാത്ത വിധം കൃത്യമായ ശാസ്ത്രീയമായ പരാമർശങ്ങൾ ആധുനിക കാലഘട്ടത്തിൽ കണ്ടുപിടിച്ച ഒരുപാട് കാര്യങ്ങൾ വളരെ കൃത്യമായി പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അത്തരം പഠനങ്ങൾ കണ്ട് അത്ഭുതപ്പെട്ട് 100 കണക്കിന് അല്ല 1000 ആളുകൾ ഇസ്ലാം ദിനേന എന്നോണം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയുമാണ്. ഇതാണ് മഹാത്ഭുതം, പരിശുദ്ധ ഖുർആൻ എന്ന മഹാത്ഭുതം. അങ്ങനെയുള്ള അതുല്യമായ ഒരു ഗ്രന്ഥമാണ് നമ്മുടെ കൈകളിലുള്ളത്. ഇമാം ബുഖാരി റഹിമഹുള്ള ഉദ്ധരിക്കുന്ന ഈ ഹദീസ് നാം മനസ്സിലാക്കി വെക്കുക, സാധിക്കുന്ന ആളുകളൊക്കെ ഇത് ഹിഫ്ളാക്കി വെക്കുകയും ചെയ്യുക. ഇത്രക്ക് മഹത്വമേറിയ ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റേതായ ബറക്കത്തും ഹൈറുകളും ഉണ്ടാകും. അതുകൊണ്ട് ഖുർആനിനെ ആ നിലക്ക് കാണാനും ഖുർആനിൻ്റെ ആശയങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുമൊക്കെ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വ അല്ലമഹു എന്ന ഹദീസ് എപ്പോഴും ഓർമ്മയിലുണ്ടാകട്ടെ. ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദി വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.